അസ്സലാമു അലൈക്കും. എന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് ഒരു ടൗൺ ആയിട്ടുള്ള ഒരു ഉസ്ബെക്കിസ്ഥാൻ്റെ ഫേസാണല്ലേ. എന്നാൽ ഇങ്ങനെ ഒരു ഭാഗം ഉസ്ബെക്കിസ്ഥാനിലുണ്ട് കേട്ടോ. ഇവിടെ പല ജനങ്ങളുടെയും ഉപജീവനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. -ഡിഗ്രി വരെ പോകുന്ന വിൻ്ററിന് ശേഷം ഇപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൃഷിയൊക്കെ തുടങ്ങുന്നത്. ഇവിടുത്തെ നല്ല ഒരു ഫെർട്ടൈൽ സോയിലാണ് കേട്ടോ. അതായത് ഒരു ഡാർക്ക് ലോമി സോയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് സവാളയാണ്. ഇതൊക്കെ സവാളയുടെ കൃഷി എന്നാണ് കേട്ടോ പറഞ്ഞത് ഡ്രൈവർ. സവാള കൂടാണ്ട് വെളുത്തുള്ളി, ക്യാബേജ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, അങ്ങനെ പലതരം വെറൈറ്റീസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കനാല് വഴി ജലസേചനം നടത്തിയിട്ട് തന്നെയാണ് ഇവിടെ കൃഷി നടത്തുന്നത്. അമുദരിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ നദികളിൽ നിന്നാണ് ഇവിടെ ഇറിഗേഷനൊക്കെ നടത്തുന്നത്. ഇവിടുത്തെ കൃഷിക്കാർ പറയണത് ഇവർ ജൈവവളങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്നാണ്. പ്ലെയിൻ ലാൻഡിൽ നിന്ന് നമ്മൾ ഒരു ഹിൽ ടോപ്പിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ കാണാം. ഇവ ആപ്പിൾ, പീച്ച്, അതുപോലെ പ്രൂൺസ് ഇവയുടെയൊക്കെ കുഞ്ഞു മരങ്ങളാണ്. കൂടാതെ ആപ്രിക്കോട്ട്, കാക്കി ഫ്രൂട്ട്, സ്ട്രോബെറി, പലതരം ബെറീസ് എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതായത് ഇവിടുത്തെ മാങ്ങയുടെ കാര്യമല്ല പറഞ്ഞാൽ ഇവിടുത്തെ നേറ്റീവായിട്ട് കൃഷി ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ്. ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത്, അതായത് റോഡിൻ്റെ സൈഡിൽ മുന്തിരിവള്ളികൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് കൃഷിക്കാരെല്ലാം അത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ മുന്തിരികളും പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റ്. ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം.